അത് ചേച്ചിയുടെ അടുത്ത് പോയി വന്നിട്ട് കൊടുത്താ പോരെ? ഇതൊക്കെ വർക്കൗട്ട് ആവോ എനക്കെ? നീ കയറി ഏറ്റതുകൊണ്ടാ ഞാനൊന്നും ചെയ്യാത്തത്. നീ ചെയ്യാൻ പോകുന്നത് ഈ പണ്ടത്തെ വക്രബുദ്ധിയാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ വല്ല വഴിയും നോക്കിയേനെ. ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ അവരെ പിടിച്ച് പൂട്ടിയിടെങ്കിലും ചെയ്തേനെ. ചേച്ചീനെ കുറ്റപ്പെടുത്താൻ വരട്ടെ, ഇത് വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. നിനക്കെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? എന്നെക്കാൾ ഈ കാര്യത്തിൽ ഉറപ്പുള്ളത് ചേച്ചിക്കാ. അതുകൊണ്ടല്ലേ എന്റെ വിവാഹ ദിവസം ചേച്ചി ഇത് തന്നെ ചെയ്തത്. അതേ ഞാനും ചെയ്തുള്ളൂ. എനിക്ക് തന്ന മയക്കുപൊടി കൊണ്ട് അതേ നാണയത്തിൽ തന്നെ ഒരു തിരിച്ചടി അർച്ചന ഒരിക്കലും പ്രതീക്ഷിക്കില്ല. നാളത്തെ 7 മണിക്കുള്ള ഫ്ലൈറ്റില് സച്ചി ഏട്ടനും അർച്ചനയും പോവില്ല. അവര് ഉറക്കം എഴുന്നേക്കാൻ തന്നെ 10 മണി കഴിയും. പിന്നീട് അവര് പോകാതെ നോക്കേണ്ടത് ചേച്ചിയാ. ആ കാര്യം ഞാൻ ഏറ്റു. 7 മണിവരെ അവരെ നീ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഉറങ്ങുന്നതിന് മുൻപ് അവര് കുടിക്കാൻ പോകുന്ന പാലിലുണ്ട് അവരുടെ യാത്രയെ തടയാൻ പോകുന്നേയില്ല. പാല് കുടിച്ച് അവര് രണ്ടുപേരും സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. ഡൽഹിയിൽ പോയിട്ട് ഈ വീടിന്റെ പുറത്തു പോലും പോവില്ല അർച്ചന. അതിനൊക്കെ സമ്മതിക്കേയില്ല. ചേച്ചിയുടെ ആഗ്രഹം പോലെ അവൾക്ക് വിധിച്ചിട്ടുള്ളത് ഈ വീടിന്റെ അടുക്കളയാ. അവളുടെ ഡൽഹിയും കാശ്മീരും സിംഗപ്പൂറും എല്ലാം അതേ അടുക്കള തന്നെയാ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞില്ലേ, അതുപോലെ മറ്റൊരു ഗ്ലാസ്സിൽ ഞാനും അവളുടെ സ്വപ്നത്തെ തടയിട്ടു. അത്ര തന്നെ. ചേച്ചി ധൈര്യമായി പോയി കിടന്നുറങ്ങിക്കോ. ശുഭവാർത്തയുമായി ഞാൻ രാവിലെ തന്നെ വരും. ഗുഡ് നൈറ്റ്. വെളുപ്പിന് പോണെന്ന് സച്ചേട്ടൻ പറഞ്ഞത്. ആദ്യേട്ടാ ഞാൻ ഇത്രയും ദൂരമൊക്കെ പോകുന്നേ. സച്ചേട്ടൻ ഇവിടെ ഉണ്ട്. നാളെ പോകാനുള്ള തയ്യാറെടുപ്പില്ല. എങ്കിൽ പിന്നെ ശരിയടി, ഞാൻ അവിടെ എത്തിയിട്ട് നിന്നെ വിളിക്കാം. ആ ശരി എന്നാ. എന്താ സച്ചേട്ടാ, എന്തു പറ്റി? എന്താ മുഖമല്ലാതിരിക്കുന്നേ? അത് അർച്ചന, സച്ചേട്ടൻ കാര്യം എന്താന്ന് പറയാ. അത് തനിക്ക് വിഷമമൊന്നും ഉണ്ടാവരുത്. നാളത്തെ നമ്മുടെ യാത്ര ക്യാൻസൽ ആയിപ്പോയി.
മീറ്റിംഗ് മാറ്റിവെച്ചെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല സച്ചേട്ടാ, ഇതിപ്പോ നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ. നമ്മൾ പോവാണെന്നൊക്കെ താൻ എല്ലാവരോടും പറഞ്ഞതല്ലേ? ഇനി അവരുടെ മുമ്പിൽ താൻ നാണം കെടില്ലേ? അതോർത്ത് സച്ചേട്ടൻ വിഷമിക്കണ്ട. പിന്നീട് എപ്പോഴായാലും നമുക്ക് പോവാലോ. തനിക്ക് വിഷമമൊന്നുമില്ലേ? ഇല്ല, ഡൽഹിയിലായാലും ഈ മുറിയിലായാലും സച്ചേട്ടനോടൊപ്പം ഞാനും വേണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സച്ചേട്ടൻ ഇവിടെ ഇരിക്കെ. സത്യത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നോ, ഒരിടത്തും പോവാതെ സച്ചേട്ടനെതേ ഇങ്ങനെ നോക്കി ഇവിടെ ഇരിക്കണമെന്ന്. അപ്പോ എനിക്ക് ഓഫീസിലൊന്നും പോണ്ടേ? വേണ്ട, എവിടെയും പോണ്ട. എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി. ഡൽഹി വേണ്ട, ഒരു ഡുൽഹി വേണ്ട. എങ്കിലേ ഞാനിത് വെറുതെ പറഞ്ഞതാ, തന്നെ പറ്റിക്കാൻ. ജെ.കെ. ജസ്റ്റ് കിഡിങ്. ഡൽഹിയുണ്ട്, ഡുൽഹിയുണ്ട്, നമ്മൾ അവിടെ പോകുന്നുമുണ്ട്. തനിക്ക് വിഷമമായോ? ദേഷ്യാണോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. സോറി, ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ എ ഫൺ. ഇനി പിണക്കം മാറിയില്ലേ? എടോ, എനിക്കൊരു അബദ്ധം പറ്റിയതാടോ, താനൊന്ന് ക്ഷമിക്കടോ. 1 2 3 4 5 6 7 8 9 10. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ശരി. പോയോ? ഇനി പിണക്കം മാറിയില്ലേ? റിയലി സോറി. സോറി പറഞ്ഞില്ലേ? ഇനി എന്തുണ്ടായാലും നാളെ നമ്മൾ പോയിരിക്കും. അപ്പോ മീറ്റിംഗിന് ശരിക്കും മാറ്റിവെച്ചാലോ? അപ്പോഴും നമ്മൾ പോവും. അതിനി ഒരു തടസ്സവും ഇല്ല. ശരിക്കും? ശരിക്കും.
ഞാനിപ്പോ വരാം. ഉം. അർച്ചന കുഞ്ഞ്, അർച്ചന ഇവിടെ ഉണ്ട്. ഇതൊന്ന്. ഇങ്ങി തന്നേക്ക്. അയ്യോ, അത് ഇങ്ങി താ ചേച്ചി, സാരമില്ല, ഞാൻ കൊടുത്തോളാം. ചേച്ചി, ചേച്ചി, വാതിൽ അടച്ചിട്ടില്ല, തുറന്നോ. ചേച്ചി ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നോ? നീ എന്താ ഇത്ര രാവിലെ? അത് ശരി, അപ്പൊ എല്ലാം മറന്നല്ലേ? നീ അവിടെ സച്ചേട്ടനും അർച്ചനയും വാതിൽ തുറന്നിട്ടില്ല ഇതുവരെ. ഓ, അത് ശരിയാണല്ലോ. നിന്റെ പ്ലാനൊക്കെ വർക്കൗട്ടായോ? പിന്നെ ആവാതെ. ഓ, പാലിൽ ഞാൻ കലക്കിയ പൊടിയുടെ ഹാങ് ഓവറില് രണ്ടും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഡൽഹിയില് പോകുന്നത് പോയിട്ട് ഇന്ന് ആ മുറിക്ക് പുറത്തിറങ്ങുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി അവര് പോകാതെ നോക്കേണ്ട ജോലി ചേച്ചിയുടെ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ രാത്രി നീ ഉറപ്പൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാ ഒരു സമാധാനമായത്. ദേ, ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്ക് തന്നെയാ. എത്ര സിമ്പിളായിട്ടാ നീ അവരുടെ യാത്ര തടഞ്ഞത്. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഇത്ര എളുപ്പത്തിൽ നടക്കില്ലായിരുന്നു. കൺഗ്രാറ്റ്സ് മോളെ, ആൻഡ് താങ്ക് യു വെരി മച്ച്. ഇതൊരു തുടക്കം മാത്രമല്ലേ ആവുന്നുള്ളൂ ചേച്ചി. ഇനി എന്തെല്ലാം കിടക്കുന്നു. ചേച്ചിയെ പലവട്ടം നാണം കെടുത്തിയതിന്, എന്റെ വിവാഹം മുടക്കിയതിന്, അങ്ങനെ എന്തെല്ലാം പ്രതികാരം ചെയ്യാനുണ്ട് നമുക്ക്. അതിന്റെ ഒരു സാമ്പിള് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞത്. ചേച്ചിക്ക് മുകളിലല്ല, ചേച്ചിയുടെ തോളോട് തോൾ നിൽക്കാനുള്ള അർഹത പോലും ഇല്ലാത്തവളുടെ വാശി ഇത്രയ്ക്കേ ഉള്ളൂ. എന്റെ ചേച്ചി അവന്തികയെ പോലെ അവന്തിക മാത്രം മതി. ഈ തലയെടുപ്പ് എന്നും ഇങ്ങനെ തന്നെ വേണം. അതിനാര് തടസ്സം നിന്നാലും അവരോട് ആദ്യം പോരിനിറങ്ങുന്നത് ഈ അനഘയായിരിക്കും. അവന്തികയ്ക്ക് വേണ്ടി ചാവാനും മടിയില്ലാത്ത സ്വന്തം ചോരയിൽ പിറന്ന അനഘ. അമ്മേ, അമ്മേ, നീ കിടന്ന് അലറണ്ട, ഞാനിവിടെ ഉണ്ട്. അമ്മേ, ചേച്ചി വല്ലതും വിളിച്ചായിരുന്നോ? ഇല്ല, ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല, സച്ചേട്ടനെയും കിട്ടുന്നില്ല. അവരിന്നലെ പോകുന്നു പറഞ്ഞേ. ചിലപ്പോ പോയിട്ടുണ്ടാവും. അതിനിപ്പോ നേരം ആയില്ലല്ലോ. ആ, അവര് ചിലപ്പോ പോകാനുള്ള തയ്യാറെടുപ്പ് വല്ലതും ആയിരിക്കും. ഇനി രണ്ടും കൂടെ കിടന്ന് ഉറങ്ങിപ്പോയോ ആവോ? ഹേയ്, സച്ചി ഉറങ്ങിയാലും അച്ചു എന്തായാലും ഉറങ്ങിപ്പോകത്തില്ല. ഇന്ന് പോകുന്നുണ്ട് ആ പെണ്ണ് ഉറക്കവേ കാണത്തില്ല. പിന്നെ എങ്ങനെയാടി ഉറങ്ങിപ്പോകുന്നത്? എന്നാലും എനിക്കെന്തോ ഒരു... അതിന് നീ ടെൻഷൻ ആവണ്ട. അവിടെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാ പോരെ. ആ, നീ ഒരു കാര്യം ചെയ്. ആ സ്നേഹം ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. അപ്പൊ അറിയാലോ കാര്യം എന്താ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അതിര. ഉടനെ ഞാൻ തിരിച്ചു വിളിക്കാവേ. സച്ചേട്ടാ, സച്ചേട്ടാ, എടുത്തി, എടുത്തി, സച്ചേട്ടാ, എടുത്തി. എന്താടി, എന്തിനാ നീ കഥ തല്ലിപ്പൊളിക്കുന്നെ?
സച്ചേട്ടനും ഏട്ടത്തിയും എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അവര് കുറച്ചുപേരോട് ഉറങ്ങട്ടെ. അതിന് നീ എന്തിനാ അവരെ വിളിച്ചുണർത്തുന്നേ? ഇന്നാണ് ഏട്ടനും ഏട്ടത്തിക്കും ഡൽഹിയിൽ കോൺഫറൻസിന് പോവേണ്ടത്. ആ അയ്യോ, അത് ശരിയാണല്ലോ. സച്ചി, അർച്ചന, എഴുന്നേക്ക്. ഡൽഹിക്ക് പോണ്ടത് ഇന്നല്ലേ? സച്ചി, അവരിപ്പോഴൊന്നും എഴുന്നേക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? ആ, എന്ത് ചെയ്യാൻ? ഉറക്കമൊക്കെ തെളിഞ്ഞു വരട്ടെ. എന്തായാലും ഇനി ഇവിടുന്ന് പുറപ്പെട്ടാലും അവർക്ക് ഫ്ലൈറ്റ് മിസ്സാവേ ഉള്ളൂ. ഫോണിൽ വിളിച്ചു നോക്കിയോ? സ്വിച്ച് ഓഫ് ആണെന്ന് ആതിര പറഞ്ഞ്. ഓ, പിന്നെ അവരെ കിടന്ന് വിളിച്ച് നമ്മുടെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ചിട്ട് എന്താ കാര്യം? സന്ധ്യപേട്ട, സച്ചേട്ടനെ ഏട്ടത്തെയും വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. ഇന്ന് അവർക്ക് ഡൽഹിയിൽ മീറ്റിങ്ങിന് പോവേണ്ട ദിവസം. കുറെ വിളിച്ചിട്ട് അവര് കേൾക്കുന്നില്ല. കോൺഫറൻസിന് പോയില്ലാന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. അതിന് നീ ഇത്ര ടെൻഷനാവുന്ന എന്തിനാ? നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഏട്ടനും ഏട്ടത്തിയും എപ്പോഴേ പോയി. പോയോ? എവിടേക്ക്? ഡൽഹിക്ക്. അവരെ രണ്ടുപേരെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പോഴാ ഒരാശ്വാസമായത്. ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്ന എക്സൈറ്റ്മെന്റിലെ ഏട്ടത്തി. കക്ഷി ഇന്നലെ ഉറങ്ങിയ മട്ടില്ല. എന്നെ വെളുപ്പിനെ വന്ന് വിളിച്ചുണർത്തി. ആ പിന്നെ ഏട്ടത്തി, ഇത് ഏട്ടത്തിയുടെ കൈ തരാൻ പറഞ്ഞു അർച്ചന ഏട്ടത്തി. എന്തെങ്കിലും ആവശ്യമുള്ള പേപ്പേഴ്സോ മറ്റോ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളാനും പറഞ്ഞു. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ഞാനിപ്പോ വരാം. സച്ചേട്ടാ, ഇതാരെ ഇവിടെ കൊണ്ടുവച്ചേ? അമ്പിളി ചേച്ചി വന്നിട്ട് പോയതാ.
ഞാനല്ലേ എന്നും അടുക്കളയിൽ പോയി പാലെടുത്തോണ്ട് വരാറ്. ഇന്നെന്തോ ഒരു പ്രത്യേകത.